ഇതാണ് മൈക്കിന്റെ പെട്ടി. ഇത് പോട്രോണിക്സിന്റെ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ മൈക്ക് ഓർഡർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യാം. ലെറ്റ്സ് ഓപ്പൺ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ പോട്രോണിക്സിന്റെ ഈ ഒരു പെട്ടി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതിൽ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. പുറത്തത് ഇത് ആമസോണിനല്ല ഓർഡർ ചെയ്തത് അല്ല അപ്പൊ സാർ. സോ നമ്മൾ ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല വെയിൽ ഗൈസ്, കണ്ട മുഖത്തേക്ക് അടിക്കുന്നത്. ഇത് ഷൂട്ട് ചെയ്യണപ്പോൾ ഒരു 3:10 അങ്ങനെയാണ്. അതിൻ്റെയാണ് നല്ല വെയിലുണ്ട് മുഖത്ത്. സോ അപ്പൂസാണ് ഇത് അൺബോക്സ് ചെയ്യാൻ പോകണം. അപ്പൂനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ അപ്പൂസ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വേണ്ട. Yes man, that's good looking guys. Guys, yeah man, that's a പെട്ടിലോക്ക് ബ്ലാക്ക് കളർ നല്ല രസമുണ്ടല്ലേ. അപ്പൂസിന് എന്താ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ളത്? ബ്ലാക്ക് കളർ ആക്ച്വലി ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കളർ സെറ്റിംഗ് ആണ് അല്ലേ. നല്ല കളർ പലട്ട്. ഇതിലതൊക്കെ എഴുതി വെച്ച് ഇന്റർവ്യൂ, ലൈവ് ഷോ, വ്ളോഗ്, ഷോർട്ട് വീഡിയോ ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞത്. പിന്നെ ഇതിനൊരു കൊല്ലത്ത് വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ വേറെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു ബോർഡ് റെസിസ്റ്റൻസിനും പോലെ ടെക് ക്രിയേറ്റർ അല്ലാതെ ടെക്നോളജി പരമായിട്ട് എനിക്ക് വലിയ നോളജ് ഒന്നുമില്ല. സോ പിന്നെന്താണ് വേറെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ. അൾട്രാ ലോ ലെൻസിറ്റി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി പൊളിച്ചിട്ട് നോക്കാം. സോ അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് അപ്പൂസാണ്. അൺബോക്സ് ചെയ്യും വേഗം. അപ്പൊ ഗൈസ് ഇതിലെന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പേപ്പറാണ് ഗൈസ്, പേപ്പർ, വാറണ്ടി കാർഡ്, അതിലെന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൈക്കും ഇങ്ങനെ കണക്ട് അഡാപ്റ്റർ. നമുക്കിത് വെച്ച് വീഡിയോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പു ഓരോന്ന് ഇട്ട് ഊരിയിട്ട് എനിക്ക് തരുന്നുണ്ട്. കൈ പിടിക്കുക, അതായിരിക്കും നല്ലതല്ലേ? കൈ പിടിക്കുകയില്ല നല്ലത്. ആ ഓക്കെ, ഇത് കണക്ട് ചെയ്യണ കണക്റ്റിംഗ് പോർട്ട്. നമ്മുടെ അപ്പൊ നിൽക്ക് കണക്റ്റിംഗ് പോർട്ട് കാണിച്ചു കൊടുത്തേ. കാണുന്നില്ല. ഓക്കെ, ആ ഉണ്ടോ? ഈ കണക്റ്റിംഗ് പോർട്ട് നമ്മുടെ ഫോണിൻ്റെ ഈ സൈഡിലായിട്ട് ഇതാവണം. ഞാൻ ആലോചിക്കണത് അപ്പൂന് ഈ മൈക്ക് ആദ്യം കുത്തി കൊടുക്കുക. അതേ ഇവിടെ കുത്ത് അറിഞ്ഞൂടാ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഈ ക്ലിപ്പില്ലടാ അതുപോലെ അതിങ്ങനെയാ അങ്ങനെയായിട്ട് വയ്ക്കുക. ആ വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫോണിനായിട്ട് കണക്ട് ചെയ്യാൻ പോകണം കേട്ടോ. പറ. ഹലോ 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 അങ്ങനെ പറയണ്ട, അതവിടെ വെച്ചോ. ഹലോ 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 ഗൈസ്, ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സാംസങ്ങിന്റെ S21 FE എന്ന് പറഞ്ഞ ഫോണിലാണ്. ആ ഫോണില് ഓഡിയോ ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പോട്രോണിക്സിന്റെ ഈ പറഞ്ഞ മൈക്കിലാണ്. മൈക്കിന്റെ പേര് എനിക്ക് അറിഞ്ഞോളൂ. ഓക്കെ ഐ ഡോണ്ട് നോ. ഓക്കെ, എന്താ അതിന്റെ പേര്? -7. ഓക്കെ, അതിലാണ് ഓഡിയോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ഓഡിയോ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് പറയൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഔട്ട്പുട്ട് ഈ പറഞ്ഞ പോട്രോണിക്സിന്റെ ഈ ഒരു മൈക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ഔട്ട്പുട്ട്? ഓഡിയോ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്? പുറത്തത്തെ നോയ്സ് എത്ര വരുന്നുണ്ട്? ഈ നോയ്സ് ക്യാൻസലേഷൻ എത്ര നല്ലതാണ് എന്നുള്ളതൊന്നും നിങ്ങൾ നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓഡിയോ ഔട്ട്പുട്ട് ഞാൻ നേരത്തെ 2 വട്ടം ചെക്ക് ചെയ്ത്. ഒന്ന് ഈ ഭാഗത്ത് വെച്ച് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ബാക്കിലെ സൗണ്ട് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി അടുത്ത് വെച്ച് മൈക്ക് വെച്ച് പറഞ്ഞപ്പോൾ ഓഡിയോന്റെ ഇഷ്യൂ വരുന്നില്ല. അപ്പൊ ഇനി തൊട്ട് ഈ ഒരു സംഭവം വെച്ചിട്ട് ഷൂട്ട് ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ. ബൈ ബൈ.